ഇനി നമുക്ക് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാം. അതിന് ആവശ്യമായ സാധനങ്ങളായത് ചെറിയ ഉള്ളി, ക്യാരറ്റ്, തക്കാളി, മുരിങ്ങക്കോല്, വെണ്ടയ്ക്ക, പച്ചമുളക്, ഈ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ മൈസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. സ്റ്റൗ നമ്മൾ ഓൺ ചെയ്ത് ഈ ചട്ടിയൊന്ന് നന്നായിട്ട് വെള്ളം വറ്റി ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരണം. എന്നാലേ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആ ചെറിയ ഉള്ളിയും സവോളയും കൂടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് അതിനകത്തേക്ക് ഇട്ടു. ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഗ്യാസിലായിട്ട് വഴന്ന് വരട്ടെ. ഇനി നമ്മൾ അതിൽ കിടന്ന ഉള്ളിയും സവോളയും എല്ലാം നമ്മൾ ആ പരിപ്പിലേക്ക് മാറ്റും. ബാക്കി മുരിങ്ങക്കോലും എല്ലാം സാവധാനം അവിടെ കിടന്ന് അതൊന്നുകൂടെ വാടി വരാനുണ്ട്. അപ്പോൾ ഈ പരിപ്പിലേക്ക് നമ്മൾ മത്തങ്ങ, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരുന്നതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് കുക്കറിലോട്ട് വയ്ക്കാം. അപ്പോൾ കുക്കർ നേരത്തെ തന്നെ ഞാൻ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അത് ആവി വന്ന പോലെ തന്നെ ഇരിക്കുകയാണ്. അതിലേക്ക് ഇറക്കി വെച്ച് കുക്കർ അടച്ചു. ഇപ്പോൾ തന്നെ ആവി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ തന്നെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. കുക്കർ ഇട്ട് കൊടുത്തു, വെയിറ്റ് ഇട്ട് കൊടുത്തു. ഇനി അതവിടെ ഇരുന്ന് നന്നായിട്ട് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ പുറത്ത് വഴലാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് വെണ്ടയ്ക്ക ഇതൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയിലേക്ക് ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് മാത്രമല്ല, ഇതിനകത്തേക്ക് വറ്റൽമുളകും വേപ്പിലും ഇട്ട് വേണം അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരണത്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവയാണല്ലോ മെയിൻ സാമ്പാറിൻ്റെ. കടുക് ഇട്ട് കൊടുത്തു. ഏകദേശം ഉലുവയും കടുകും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം പൊട്ടി, നന്നായിട്ട് തന്നെ പൊട്ടി. ഇനി അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടു. ഇനി നമുക്ക് ഇതിന് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പൊടികൾ, അതിന് മസാല ഉണ്ടാക്കുന്നുണ്ട്. ആ പൊടികൾ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലോട്ട് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ചുകൂടെ ഇട്ടു. മഞ്ഞൾപ്പൊടി നല്ല കളറുണ്ടാവുള്ളൂ. സാമ്പാറിനൊരു നല്ല കളർ കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി അത്യാവശ്യമാണ്. നമ്മളതിലേക്ക് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളൊരു സീക്രട്ട് പൊടിയുണ്ട്. അതായത് കടുകും ഉലുവയും കൂടെ വറുത്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഒരു നല്ലൊരു ഫ്ലേവറാണത് ഇട്ട് കൊടുക്കുമ്പോൾ. അത് നമുക്ക് അച്ചാറിനും ഇടാം, സാമ്പാറിനും ഒക്കെ ഇടാം. പൊടിച്ച് വെച്ചാൽ കായപ്പൊടി ഇട്ട് കൊടുത്തു. കായം നല്ല മണമുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇതെല്ലാം പോരാത്തതിന് നമ്മൾ വാങ്ങിച്ച കുറച്ച് സാമ്പാർ പൊടി കൂടെ ഇതിലിടുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂക്കണം. പച്ചമണവും എല്ലാം മാറും പൊടിയിലേക്ക്. ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. പൊടി നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ വേവിക്കാൻ വെച്ചിരുന്നല്ലോ പച്ചക്കറികളെല്ലാം കൂടെ, ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയല്ല, അത് വെന്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ
നല്ലോണം വിസിൽ വന്നിരുന്നു. അപ്പോൾ അതൊന്ന് തുറന്നിട്ട് അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം. ഇനി അതെല്ലാം കൂടെ നമ്മൾ ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുന്നു. കൊടുത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പും എല്ലാം നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന വാടാനായിട്ട് വെച്ചിരുന്നില്ലേ നമ്മൾ മുരിങ്ങക്കായും വെണ്ടയ്ക്കയൊക്കെ കൂടെ, അതുകൂടെ ഇട്ട് കൊടുക്കുന്നു. അതുകൂടെ ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഞാൻ മുരിങ്ങക്കായും വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വേകാൻ പാകത്തിന് കുറച്ച് വെള്ളം, അതായത് സാമ്പാറിന് ഇത്തിരി വെള്ളം വേണമല്ലോ, അപ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം ഇവിടെ തിളപ്പിച്ച വെള്ളമാണ്, ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. നന്നായിട്ട് നല്ലോണം നന്നായിട്ട് തിളച്ച് എല്ലാം കൂടെ ഒന്ന് യോജിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല കളർഫുള്ളാണ് നമ്മുടെ സാമ്പാർ. ഓറഞ്ച് കളറും പച്ചയും ചുവപ്പും എല്ലാം കൂടെ നല്ല മണവും വരുന്നുണ്ട് സാമ്പാറിൻ്റെ. ഇഡ്ഡലിക്കായാലും ചോറിനായാലും ഒക്കെ നല്ല. ഇതിനകത്ത് വേറെ പുളിയൊന്നും ചേർക്കണില്ല. കാര്യം ഈ തക്കാളിയുടെ പുളി നന്നായിട്ടുണ്ട്, ആ പുളി മതി. നല്ല പുളിയെല്ലാം പാകമാണ്, ഉപ്പും പുളിയും എല്ലാം.